ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരുമല്ലേ, നമുക്കൊരു നല്ല ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കി നോക്കാം. ഇതിന് ഓവൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു പഴയ കുക്കർ ഉണ്ട്. കുക്കർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു കട്ടിയുള്ള പാത്രം ആണെങ്കിലും മതി. ക്യൂബീസ് ടേസ്റ്റ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ കേക്കൊന്ന് എടുത്തു നോക്കാം എങ്ങനെയാണെന്ന്. നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഉണ്ടോ, നല്ല എന്തിൻ്റെ പേപ്പർ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കണ്ടോ എത്ര സോഫ്റ്റാണെന്ന് നോക്കി. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പറഞ്ഞല്ലോ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. കണ്ടില്ലേ, 1 കിലോ ഉണ്ട് ഈ കേക്കിൻ്റെ തൂക്കം. നല്ല തിക്കാണ്, സോഫ്റ്റാണ്, ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. 1 കപ്പ് മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദ 3/4 കപ്പ്, 1/2 കപ്പ് ഇട്ടു. നമുക്ക് 1/4 കപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഓൾ പർപ്പസ് ഫ്ലോർ നമ്മൾ പറയില്ലോ. പിന്നെ നമുക്ക് കൊക്കോ പൗഡർ എടുത്ത് കൊടുക്കണം. ചോക്ലേറ്റ് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. കൊക്കോ പൗഡർ ഒരു 1/4 കപ്പ്. നമുക്ക് ബേക്കറിയിലൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അത് 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇത് ബേക്കിംഗ് പൗഡർ ടീസ്പൂണാണ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ചുപ്പ്. അതൊരു ടേസ്റ്റാണ്, ചെറുതായിട്ട് ഉപ്പ് ചേർക്കുന്നത്. നമുക്കിത് മിക്സ് ചെയ്യാം. നമുക്കിനി നല്ലപോലെ മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് 4 കോഴിമുട്ടയാണ്. നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വയ്ക്കാത്ത മുട്ടയാണ്, റൂം ടെമ്പറേച്ചറുള്ള മുട്ട. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എണ്ണയാണ്, സൺഫ്ലവർ ഓയിൽ, അതും 1/4 കപ്പ്. ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം. നമ്മൾ പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യണം, നന്നായി പതഞ്ഞ് വരണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റുകൾ അറിയിക്കണേ. പഞ്ചസാര നമ്മൾ ഒരുമിച്ചിടരുത്, കുറച്ച് കുറച്ച് ചെയ്തിട്ട്. പിന്നെ ഇത് വാനില എസൻസ് 1 സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും മിക്സ് ചെയ്യാം. നന്നായി പതഞ്ഞ് വരുന്നുണ്ട്. ഈ പഞ്ചസാര കുറച്ച് കുറച്ച് ചെയ്തിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ പഞ്ചസാര മുഴുവൻ ഇട്ട് കൊടുത്തു. ഇത് പാലാണ്, 1/4 കപ്പ് പാല്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. അതവിടെ മാറ്റി വയ്ക്കാം. നമുക്കിനി ഒന്ന് ജസ്റ്റ് ഒരു കേക്കിൻ്റെ ടിന്നെടുത്തിട്ട്, അതൊരു പ്ലേറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ, സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി. അപ്പോൾ ഒരു ബട്ടർ പേപ്പർ വേണമല്ലോ. ആ പേപ്പർ നമുക്കൊന്ന് പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് ഒന്ന് മുറിച്ചെടുക്കാം. കുറച്ച് ഹൈറ്റുള്ള പാത്രമായിരിക്കണം. പിന്നെ നമുക്കതിൽ എണ്ണ പുരട്ടി, 2 സൈഡ് എണ്ണ പുരട്ടാം. അല്ലെങ്കിൽ പാത്രത്തിൽ എണ്ണ പുരട്ടിയ ശേഷം പിന്നെ പേപ്പറിൻ്റെ ഒരു സൈഡിൽ എണ്ണ പുരട്ടിയാൽ മതി. അപ്പോൾ അതവിടെ മാറിയിരിക്കട്ടെ. അപ്പം നമ്മുടെ മുട്ട മിക്സും നമ്മുടെ ഫ്ലോറില്ലേ അതും കൂടെ
നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അരിപ്പയിൽ കൂടെ നമ്മൾ പൊടികൾ പിന്നെ ഇളഞ്ഞ് ഇടുന്നുണ്ട്. നമുക്കിത് സ്പാച്ചില ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്യാം. സ്പാച്ചില ഉപയോഗിച്ച് മാത്രം പോരാ, നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ മൈദ പൊടി നമ്മൾ കുറച്ച് ഇതാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരുമിച്ചിടരുത്. അപ്പോൾ പൊടികൾ മുഴുവൻ നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നല്ല കളർ, ചോക്ലേറ്റിൻ്റെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. ഈ ചോക്ലേറ്റ് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണല്ലോ. വീണ്ടും നമുക്ക് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. സ്പാച്ചില ഉപയോഗിച്ച് നമുക്ക് സൈഡിലിരിക്കുന്നതൊക്കെ ഒന്ന് തൂത്ത് റെഡിയാക്കണം. നമുക്ക് നമ്മുടെ പാനിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പണി കഴിഞ്ഞു. നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് 5 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. പഴയ കുക്കർ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ എയർ ബബിൾസൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഇതൊന്ന് ചുറ്റിച്ചെടുക്കണം. എന്നിട്ടൊന്ന് നമുക്കൊന്ന് ടാപ്പും കൂടെ ചെയ്യണം. അപ്പോൾ ചൂടായ കുക്കറിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇറക്കി കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ തട്ടി ചൂടാവുമല്ലോ, ഞാനൊരു എന്താ പറയുക, ഒരു നൂല് കെട്ടിയിട്ട് അതിനകത്തേക്ക് ഇറക്കാൻ പോകണം കേട്ടോ. ഉണ്ടോ, ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ കയ്യിലൊന്നും ചൂട് കെട്ടില്ല. ഇത് പഴയ കുക്കറായതുകൊണ്ട് കളറൊക്കെ കുറവാണ് കേട്ടോ അകത്ത്. ഞാനിവിടെ തുണി എന്തൊക്കെ പുഴുങ്ങാനൊക്കെ ഉപയോഗിക്കാറുണ്ട്, അതുകൊണ്ട് കളറൊക്കെ കുറവാണ്. അടിയിൽ നമ്മളൊരു എന്താ പറയുക, ഒരു പാത്രമോ എന്തെങ്കിലും ഇട്ട് വെച്ച് കൊടുത്തിട്ട് വെക്കുന്നതാണ് കേട്ടോ നല്ല. അപ്പോൾ 50 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുന്നുണ്ട്. 50-55 മിനിറ്റ് മതി. ചെറിയ തീയിൽ വേണം വേവിക്കാനായിട്ട് കേട്ടോ. ചെറിയ തീയിൽ വെയിറ്റ് ഇടരുത്. വെയിറ്റ് ഇടാതെ ചെറിയ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്ത് എല്ലാവർക്കും സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കുക്കർ കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണം. നിങ്ങൾ എന്തൊക്കെ തരം കേക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയണേ. അപ്പോൾ നമുക്കിത് മുറിച്ച് കഴിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് പെർഫെക്റ്റ് കേക്കാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.